ഹായ് ഹാൾ വെൽക്കം ബാക്ക് ടു സിൽമസ് എഞ്ചിനീയറിംഗ് വേൾഡ് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിൽ ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രൊഫഷണൽ പ്രസൻറ്റേഷൻസ് തയ്യാറാക്കണമെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഓൾറെഡി ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി റിക്വസ്റ്റ് പ്രകാരം ഞാനിത് ചെയ്യുന്നത്. സോ ദാറ്റ് ഇനി നമുക്ക് ഫസ്റ്റ് വേണ്ടത് റെക്റ്റാങ്കിൾസ് ഇൻസെർട്ട് ചെയ്യുക. ഇൻസെർട്ട് ഇപ്പോൾ റെക്റ്റാങ്കിൾ ഇൻസെർട്ട് ചെയ്ത് ഈ സൈഡിലായിട്ടൊരു വൈറ്റ് റെക്റ്റാങ്കിൾ കൂടി ഇൻസെർട്ട് ചെയ്തു. ഒരു റെക്റ്റാങ്കിളിനെ ഇടുന്ന കോപ്പി എടുത്തിട്ട് ഞാനത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഞാനിപ്പോൾ 3 റെക്റ്റാങ്കിൾസ് എടുത്തിട്ട് എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് ഇതിലുള്ളത് നമ്മൾ സ്റ്റെപ്പ് പോലെയല്ല അറേഞ്ച്മെൻ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഒക്കെ ഒന്ന് ഈക്വലായിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതേപോലെ കൊടുക്കാം. സോ അത് ഇനി അടുത്തത് ഇൻസെർട്ട് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇൻസെർട്ട് ചെയ്തു. ടെക്സ്റ്റ് ബോക്സ് ഇൻസെർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫോണ്ട് മാറ്റാം, എൻലാർജ് അതിൻ്റെ സൈസ് എൻലാർജ് ചെയ്യിപ്പിക്കാം. അതേപോലെ തന്നെ അതിൻ്റെ ഫോണ്ട് മാറ്റി കൊടുക്കാം. എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു പർട്ടിക്കുലർ തിങ്സ് നമുക്ക് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ഇനി നമുക്ക് ഇതേപോലെ എല്ലാത്തിലും ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 എത്ര നമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലെ ടെക്സ്റ്റ് ബോക്സ് ഇൻസെർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്താൻ വേണ്ടിയിട്ട് അങ്ങനെ ടെക്സ്റ്റ് ബോക്സസും ഇൻസെർട്ട് ചെയ്തു. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ നമുക്കതുപോലെ ടൈപ്പ് ചെയ്യാം. എന്താണ് വട്ടവർ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു MS സൂട്ട്സിൽ MS എക്സൽ MS വേർഡ് MS പവർ പോയിൻ്റ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുകയാണ്. കാരണം നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യാണ് വേണ്ടത്. സോ ദാറ്റ് ഇനി അടുത്ത നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്ലൈഡ്സ് ഒരു സ്ലൈഡ് ഉള്ളതിൽ ആ നെക്സ്റ്റ് സ്ലൈഡ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാം. സോ ഇനി നമുക്ക് എന്താ വെച്ചാൽ രണ്ടാമത്തെ സ്ലൈഡ് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇപ്പോൾ ആ ഒരു സ്ലൈഡിൻ്റെ ഈ ഒരു വശം എന്ന് പറഞ്ഞത് പുറത്തേക്കൊന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തു ഞാൻ. അതേപോലെ എല്ലാതും ഞാനിപ്പോൾ ഒരു വൈറ്റ് സ്ലൈഡ് ഉണ്ടായിരുന്നു അതിൻ്റെ മുന്നിലായിട്ട് ഇങ്ങനെ കൊടുത്തു. ഇനി ഇതേപോലെ എല്ലാം നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതേപോലെ ഞാൻ ഓരോന്ന് അറേഞ്ച് ചെയ്യണത് കണ്ടില്ലേ, ഒന്ന് റെക്റ്റാങ്കിൾ സെക്ഷൻസിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈച്ച് ആൻഡ് എവറി സ്ലൈഡ്സ് ഇതേപോലെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കൊടുത്തു. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഇനി ഫസ്റ്റ് സ്ലൈഡ്സിനെ ഒന്ന് സെക്കൻഡ് സ്ലൈഡിലോട്ടായിട്ട് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോർഫ് ട്രാൻസിഷൻ കൊടുക്കുകയാണ്. മോർഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ രണ്ട് സെലക്ട് ചെയ്തിട്ട് മോർഫ് ട്രാൻസിഷൻ കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നോക്കാം എന്താണ് നമുക്ക് റിസൾട്ട്. ഇതാണ് നമുക്ക് ഫൈനലായിട്ട് റിസൾട്ട് കിട്ടുന്നത്. ഇതിനേക്കാളും കുറച്ചും കൂടി മോർ എഫക്റ്റീവായിട്ട് നമുക്ക് കുറേ സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി ഭംഗി കൂട്ടാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മോർഫ് ട്രാൻസിഷൻ വഴി തന്നെ കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സ്ലൈഡ്സ് നമുക്ക് ഇതേപോലെ അറേഞ്ച് ചെയ്തിട്ട് ഒന്ന് അതിനൊപ്പം തന്നെ 2 3 അങ്ങനെ വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഫസ്റ്റത്തെ ഒരു സ്ലൈഡ്, സെക്കൻഡ് സ്ലൈഡ്, തേർഡ് സ്ലൈഡ് അങ്ങനെ വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അതാണ് നമ്മളിപ്പോൾ ഞാൻ നെക്സ്റ്റിൽ നോക്കാൻ പോകുന്നത്. അതും ജസ്റ്റ് നമുക്കൊരു ഓവർവ്യൂ പോലെ കാണാം. ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ്സ് എടുക്കുക. അതിനുശേഷം ഓരോ സ്ലൈഡ്സായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ആ പർട്ടിക്കുലർ സ്ലൈഡ്സ് ഇങ്ങനെ ഓരോന്ന് വരുന്ന രീതിയിലായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ നമുക്ക് മോർഫ് ട്രാൻസിഷൻ ഇടാം. ആഫ്റ്റർ അറേഞ്ച്മെൻറ്റ് നമുക്കിങ്ങനെ ഓരോ സ്ലൈഡാക്കി ഞാൻ അറേഞ്ച് ചെയ്തു. അതിലുള്ള ടെക്സ്റ്റേഴ്സൊക്കെ കൊടുത്ത ശേഷം ഫൈനലി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ ചോദിച്ചാൽ നമ്മൾ മോർഫ് ട്രാൻസിഷൻ ഇടാൻ പോവുകയാണ്. മോർഫ് ട്രാൻസിഷൻ ഇട്ട ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് നോക്കാം. നമുക്കിതിൻ്റെ ഓരോ സ്ലൈഡായിട്ട് ഓരോന്ന് വരുന്ന രീതിയിലായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഒന്നിച്ച് വരുന്ന രീതിയിലായിരുന്നു നമ്മൾ ആദ്യം ചെയ്തത്. ഇപ്പോൾ സെപ്പറേറ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ വരുന്ന രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ആപ്ലിക്കബിളാണ്. നമുക്ക് 2 രീതിയിൽ നമുക്ക് ചെയ്യാം.